എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈന് നേരെ വധഭീഷണി. ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘത്തിൻ്റെ പേരിലാണ് ഭീഷണി. കഴിഞ്ഞ ദിവസം അയത്തുള്ള അലി ഖമനേയിക്കെതിരെ നടത്തിയ പരാമർശത്തിൻ്റെ പേരിലാണ് ഭീഷണി. ശരിയത്ത് നിയമപ്രകാരം വധശിക്ഷ വിധിക്കുന്നുവെന്നാണ് ഇമെയിലിൽ പറയുന്നത്. സംഭവത്തിൽ ആരിഫ് ഹുസൈൻ പോലീസിൽ പരാതി നൽകി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. അപ്പൊ ഞാനിത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണി കണ്ട് ഭയക്കുക എന്നുള്ളതിനൊക്കെ അതൊന്നും അല്ല. അതൊക്കെ ഇതിനു മുന്നേ ഇതിനേക്കാൾ കൂടുതലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ ഇത്തരത്തിലുള്ള ബ്ലാസ്ഫമി എന്ന് പറയുന്നത്, ഈ മതനിന്ദ നടത്തുന്നു എന്നതിന്റെ പേരിലൊക്കെ ഇതേപോലെ നടത്തുന്ന കാര്യങ്ങൾ, ഇതാണ് നമ്മളുടെ നാട്ടില് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതി. പക്ഷെ ഇത് പലപ്പോഴും ഈ ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുള്ള സംഗതികളാവുമ്പോൾ ഇതൊന്നും വലിയ സംഭവമല്ല, ഇത് കുട്ടികളിയാണെന്നുള്ള രീതിയിലാണ് എടുക്കുക. അപ്പൊ അത് പറ്റില്ല, പാടില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ ആദ്യമേ പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ പേപ്പട്ടി മതം എന്ന് ഞാൻ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഇതാണ്. മറ്റു മതം പോലെയല്ല ഇത് എന്നത് തന്നെയാണ്. സോ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, സലീം വാസ്തിക് എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിമിനെ വീട്ടിൽ കയറിയാണ് വെട്ടിയതും കൊല്ലാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം നമ്മൾ കണ്ടതാണ്. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതിന്റെ ഈ കോർ ഇഷ്യൂ അത് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പൊതുസമൂഹം അതിന് ഉണരണം. അതോടൊപ്പം ഇവിടുത്തെ നിയമ സംവിധാനം ഉണരണം. അത് കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരായാലും എല്ലാവരും അതിനു വേണ്ടി മുന്നോട്ട് വരണം എന്നുള്ളത് ഒന്ന് ഓർപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആരിഫ് ഹുസൈന് നേരെ വധഭീഷണി. ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പേരിലാണ് ഭീഷണി. കഴിഞ്ഞ ദിവസം അയത്തുള്ള അലി ഖമനേയിക്കെതിരെ നടത്തിയ പരാമർശത്തിൻ്റെ പേരിലാണ് ഭീഷണി. ശരിയത്ത് നിയമപ്രകാരം വധശിക്ഷ വിധിക്കുന്നുവെന്നാണ് ഇമെയിലിൽ പറയുന്നത്. സംഭവത്തിൽ ആരിഫ് ഹുസൈൻ പോലീസിൽ പരാതി നൽകി. ആരിഫ് ഹുസൈൻ തത്സമയം ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ആരിഫ് ഹുസൈൻ, ഏതാണ് ഈ സംഘടന? ഇത് കടലാസ് സംഘടന മാത്രമാണോ? സംഘടന ഏതാണെന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ല. അത് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കിട്ടിയ വിവരം നമ്മൾ പങ്കുവെച്ചു എന്നുള്ളതാണ്. അതിൽ അവരുടെ പേരെന്ന് പറയുന്നത് ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് എന്നാണ് അവരുടെ പേര് അതിൽ കണ്ടത്. പിന്നെ ഈ തരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ലോകത്ത് പല സ്ഥലങ്ങളിലും ഉണ്ട് നിലവിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ അതിനെ സംശയത്തിന്റെ മുന്നിൽ നിർത്തേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ജനാധിപത്യ രാജ്യത്തിരുന്ന് നമ്മളെ റൈറ്റ് പ്രകാരമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഈ ഒരു ജനാധിപത്യ രാജ്യത്തുള്ള നിയമത്തിന് അപ്പുറം ഒരു ശരിയായ നിയമം നടപ്പിലാക്കാൻ വേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഗൗരവമായിട്ട് എടുക്കേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് എനിക്ക് നേരെയുള്ളൊരു ഭീഷണി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു നല്ല പ്രവണതയല്ല, ഇത് ചർച്ചയാകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആരിഫ് ഹുസൈൻ ഖമനയെ വിമർശിച്ചത് താങ്കൾ മാത്രമല്ലല്ലോ, പിന്നെ എന്തിനാണ് ആരിഫ് ഹുസൈനോട് ഇത്രയും വെറുപ്പ്? ആരിഫ് ഹുസൈൻ്റെ ജീവൻ എടുക്കും എന്നുള്ള ഭീഷണിയൊക്കെ ഉയർത്താനുള്ള കാരണം എന്താണ്? താങ്കളല്ല, ബഹുഭൂരിപക്ഷം ആളുകളും വിമർശിക്കുകയല്ലേ? തീർച്ചയായിട്ടും അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കോർ ഇഷ്യൂ എന്താണെന്ന് നമ്മൾ പച്ചയ്ക്ക് പറയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ഈ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനം മതമാണ്. അതില് ഇവര് ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാം സ്വർഗത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ പറയണല്ലോ, മതമാണ് അതിന്റെ ഡ്രൈവിംഗ് ഫാക്ടർ. അല്ല എന്നുണ്ടെങ്കിൽ സൗഹാർദ്ദത്തിൽ ഉണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും ഇറാൻ എന്ന് പറയുന്നത്. അത് ഇസ്ലാമിക് റവല്യൂഷന് ശേഷമാണ് അത് റദ്ദാക്കപ്പെടെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അതിന് പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു കമ്പനി മാത്രമല്ല, ആ കമ്പനിയുടെ പിന്നിലുള്ള ആശയമാണ്. ആ ആശയം എന്ന് പറയുന്നത് ഇസ്ലാമാണ്, ഇസ്ലാമിലുള്ള ജൂതവിരുദ്ധത എന്ന് പറയുന്ന കാര്യമാണ്. അതിനെ നമ്മൾ പച്ചയ്ക്ക് പറയുന്നു എന്നുള്ളത് കൊണ്ട് അത് മറ്റാരും അതേപോലെ പറയാത്തത് കൊണ്ടാവണം അവർക്കെതിരെ വരാത്തത്. പറഞ്ഞു നോക്കാം, പറഞ്ഞാൽ ഇതേപോലെ ഭീഷണി വരുന്നതായിരിക്കും. എന്തായാലും ജാഗ്രത, കാരണം ഒരു എക്സ് മുസ്ലിമിനെ വീട്ടിൽ കയറി വെട്ടിയ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ജാഗ്രത പാലിക്കുക. തീർച്ചയായിട്ടും പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അവർ അതിന്റെ അന്വേഷണം നടത്തുന്നതാണ് വിചാരിക്കുന്നത്. വളരെ നല്ലൊരു പ്രതികരണമാണ് അവിടെ നിന്നുള്ളത്. യെസ് എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. ഈ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല, താങ്കൾ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ അല്ലേ? യെസ് ഓക്കെ. അപ്പോൾ കരുതിയിരിക്കുക. എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആരിഫ് ഹുസൈന് നേരെ വധഭീഷണി. ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പേരിലാണ് ഭീഷണി. കഴിഞ്ഞ ദിവസം അയത്തുള്ള അലി ഖമനേയിക്കെതിരെ നടത്തിയ പരാമർശത്തിൻ്റെ പേരിലാണ് ഭീഷണി. ശരിയത്ത് നിയമപ്രകാരം വധശിക്ഷ വിധിക്കുന്നുവെന്നാണ് ഇമെയിലിൽ പറയുന്നത്. എന്തായാലും ആരിഫ് ഹുസൈൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.